1971 അമേരിക്കയിലെ ടെക്സസിലെ ഹൂസ്റ്റണിൽ ജനിച്ച് 1984 ലോകത്തോട് വിട പറഞ്ഞ വെറും 12 വർഷങ്ങൾ മാത്രം ജീവിച്ച ഒരു കുഞ്ഞ് ഡേവിഡ് ഫിലിപ്പ് വെറ്റർ. മരിക്കുന്നതുവരെയും ഒരു പ്ലാസ്റ്റിക് ആവരണത്തിനുള്ളിൽ തൻ്റെ ജീവിതം ചെലവഴിച്ച ഈ കുഞ്ഞ് കാലം ഇത്ര കഴിഞ്ഞിട്ടും ലോകത്തിൻ്റെ നെഞ്ചിലെ നീറ്റലായി തുടരുകയാണ്. ഡേവിഡ് ജനിച്ച് വെറും 20 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഡോക്ടർമാർ അവനെ ഒരു പ്രത്യേക പ്ലാസ്റ്റിക് ആവരണത്തിനുള്ളിലേക്ക് മാറ്റുകയായിരുന്നു. അന്നു മുതൽ ബബിൾ ബോയ് എന്ന് ലോകം അവനെ വിളിച്ചു. സിവിയർ കമ്പൈൻഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി SCID എന്ന അപൂർവ രോഗത്തോടെയാണ് കുഞ്ഞ് ഡേവിഡ് പിറന്നു വീണത്. പ്രതിരോധശേഷി ഒട്ടുമില്ലാത്ത പുറത്തുനിന്നുള്ള ഒരു അണുബാധ പോലും മരണത്തിന് വരെ കാരണമായേക്കാവുന്ന ഒരു അപൂർവ രോഗാവസ്ഥ. അതായിരുന്നു ഡേവിഡിൻ്റെ ഈ രോഗം. ഈ രോഗബാധയുള്ളവർ സാധാരണ ആളുകളെ പോലെയല്ല. പുറം ലോകവുമായി അവർക്ക് ഒരു തരത്തിലുമുള്ള ഇടപഴകലുകളും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഡേവിഡ് കാലങ്ങളോളം അവൻ്റെ ജീവിതം ചെലവഴിച്ചത് ഒരു പ്ലാസ്റ്റിക് ആവരണത്തിനുള്ളിൽ മാത്രമായിരുന്നു. സ്വന്തം കുടുംബത്തെയും ബന്ധുക്കളെയും കയ്യെത്തും ദൂരെ നിന്നാണെങ്കിലും അവൻ കണ്ടതും അറിഞ്ഞതുമെല്ലാം ആ ഒരു കുമിളയ്ക്കുള്ളിൽ നിന്നായിരുന്നു. ഡേവിഡ് ജനിക്കുന്നതിന് മുൻപ് തന്നെ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതേ അസുഖത്തെ തുടർന്ന് ഒരു കുഞ്ഞിനെ നഷ്ടമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഡോക്ടർമാർ ഡേവിഡ് ജനിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവൻ്റെ ജീവൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഒരു പ്ലാസ്റ്റിക് ബബിളിനുള്ളിലേക്ക് അവനെ മാറ്റി. പ്രതിരോധശേഷി വളരെ കുറവായതുകൊണ്ട് തന്നെ ഭക്ഷണം, വെള്ളം, കളിപ്പാട്ടങ്ങൾ അങ്ങനെ ആ ഒരു കുഞ്ഞിന് വേണ്ടുന്ന എല്ലാം അണുവിമുക്തമാക്കിയ ശേഷം മാത്രമാണ് അവന് മാതാപിതാക്കൾ നൽകിയിരുന്നത്. കുഞ്ഞ് ഡേവിഡിനെ ഒന്ന് വാരിപ്പുണരാനോ ഒരു ഉമ്മ കൊടുക്കാനോ എന്തിനോ ഒന്ന് തൊടാൻ പോലും അവൻ്റെ ജീവിതത്തിലെ ബഹുഭൂരിപക്ഷം സമയത്തും അവൻ്റെ അമ്മയ്ക്കോ അച്ഛനോ സഹോദരിക്കോ പോലും സാധിച്ചിരുന്നില്ല. ഒരുപക്ഷെ അത്തരമൊരു ആഗ്രഹം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും അത്തരമൊരു സ്പർശം പോലും ആ കുഞ്ഞിൻ്റെ ജീവൻ ആപത്താകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവരാരും ആ സാഹസത്തിന് മുതിർന്നതുമില്ല. ആ കുഞ്ഞ് ഒന്ന് കരഞ്ഞാൽ പോലും ഒന്ന് ചേർത്ത് പിടിച്ചവനെ സ്നേഹിക്കാനോ അവന് ആശ്വാസം നൽകാനോ ആർക്കും കഴിഞ്ഞിരുന്നില്ല. സ്കൂളിൽ പോകാനോ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് കളിയും ചിരിയുമായി സാധാരണ കുട്ടികളെ പോലെ സമയം ചെലവഴിക്കാനോ കഴിയാത്ത ഡേവിഡ് വീഡിയോ കോളിലൂടെയായിരുന്നു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തത്. 2 വയസ്സാകുമ്പോഴേക്കും ഒരുപക്ഷെ ഡേവിഡിന് ഈ രോഗാവസ്ഥ പൂർണ്ണമായി മറികടക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർമാർ പ്രതീക്ഷിച്ചു. എന്നാൽ അങ്ങനെ ഒരു ദിവസം ഒരിക്കലും ഡേവിഡിൻ്റെ ജീവിതത്തിൽ വന്നെത്തിയില്ല. അതിനുവേണ്ടി ഒരുപക്ഷെ ആ കുഞ്ഞു മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുകയും വാശി പിടിച്ച് കരയുകയും ചെയ്ത് കാണണം. അതിനോടൊപ്പം തന്നെ താൻ കരയുമ്പോൾ എന്തുകൊണ്ടാണ് തൻ്റെ മാതാപിതാക്കൾ തൻ്റെ അരികിലേക്ക് വരാത്തതെന്നും തന്നെ ഒന്ന് നോക്കാത്തതെന്നും പോലും ആ കുഞ്ഞു മനസ്സ് ഒരുപാട് സങ്കടപ്പെട്ട് അതൊക്കെ ആലോചിച്ച് അവൻ്റെ ജീവിതം കഴിച്ചു കാണും. കാരണം അവൻ്റെ രോഗാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് സ്വയം തിരിച്ചറിയാവുന്ന ഒരു കാലം കഴിയുന്നതിന് മുൻപ് തന്നെ അവൻ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു തീർക്കുക എന്നതല്ലാതെ മറ്റൊന്നും അവന് സാധിച്ചതുമില്ല. ഒറ്റപ്പെടലുണ്ടായിട്ടും പക്ഷേ അതീവ ബുദ്ധിമാനും മിടുക്കനുമായിരുന്നു അവൻ. തനിക്ക് തൊടാൻ കഴിയാത്ത ലോകത്തെക്കുറിച്ച് പഠിക്കാൻ അകമഴിഞ്ഞ ആകാംക്ഷയും ഡേവിഡിനുണ്ടായിരുന്നു. അവൻ്റെ അതിജീവനത്തിന് വേണ്ടി ഒരു താൽക്കാലിക പരിഹാരമായി നാസ അവനൊരു സ്പേസ് സ്യൂട്ട് പോലുള്ള പ്രത്യേക വസ്ത്രം നിർമ്മിച്ചു കൊടുത്തു. അതോടെ ഇടയ്ക്കൊക്കെ വീടിന് പുറത്തിറങ്ങാനും ഡേവിഡിന് കഴിഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഏറ്റവും സന്തോഷകരമായ ചില നിമിഷങ്ങളും ദിവസങ്ങളുമായിരുന്നു അതൊക്കെ. അങ്ങനെ 12 വർഷങ്ങൾ കഴിഞ്ഞുപോയി. വർഷങ്ങൾക്കിപ്പുറം ഡേവിഡിൻ്റെ രോഗത്തിന് ഒരു ചികിത്സ കണ്ടെത്താൻ ഡോക്ടർമാർ ശ്രമിച്ചു. ആ ആലോചനകൾക്കും ഡോക്ടർമാരുടെ സംഘത്തിൻ്റെ കൂടിയാലോചനയ്ക്കും ശേഷമെല്ലാം ഡേവിഡിൻ്റെ ജീവിതം മെച്ചപ്പെടുത്താനായി അവൻ്റെ രോഗമുക്തിക്ക് വേണ്ടി ഡേവിഡിനൊരു ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് നടത്താൻ പദ്ധതിയിട്ടു. പൊതുജീവിതത്തിലേക്ക് ഡേവിഡ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് അവന് അണുബാധ പിടിപെട്ടു. ഒടുവിൽ 1984 കുഞ്ഞ് ഡേവിഡ് ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു. ഡേവിഡിൻ്റെ മരണം പക്ഷേ ലോകത്തിന് ഒരു വലിയ പാഠമായിരുന്നു. മനുഷ്യൻ്റെ പ്രതിരോധശേഷിയെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചുമുള്ള പഠനങ്ങൾക്ക് അത് പുതിയൊരു വഴിയായി അല്ലെങ്കിൽ പുതിയൊരു ഊർജം നൽകി. ഡേവിഡിൻ്റെ കേസ് ജീൻ തെറാപ്പി ഉൾപ്പെടെയുള്ള മെച്ചപ്പെട്ട ചികിത്സകളിലേക്ക് നയിച്ചു. കൂടാതെ രോഗപ്രതിരോധ വൈകല്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിനായി അതിനായി സമർപ്പിച്ചിരുന്ന ടെക്സസ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഡേവിഡ് സെൻറ്റർ എന്ന പേരിൽ ഒരു പുതിയ സെൻറ്റർ സ്ഥാപിക്കാനും സൃഷ്ടിക്കാനുമൊക്കെ ഇത് പ്രചോദനമായി. ഡേവിഡിൻ്റെ മരണത്തിന് പിന്നാലെ ഈ അസുഖത്തെ ചെറുക്കാൻ ഒരുപാട് ഗവേഷകർ രംഗത്തിറങ്ങി തിരിച്ചത് കൊണ്ട് തന്നെ SCID ബാധിതരായി ജനിക്കുന്ന നിരവധി കുട്ടികൾക്ക് സാധാരണവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞ് ഡേവിഡ് ഒരുപാട് വേദനിച്ച് ഒരുപാട് ഒറ്റപ്പെടൽ സഹിച്ചൊക്കെ മരണപ്പെട്ടെങ്കിലും പിന്നീട് അതേ രോഗത്തോടെ ജനിച്ച നിരവധി കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു മാർഗമായി, ഒരു ഉപാധിയായി ഡേവിഡിൻ്റെ ജീവിതം മാറിയെന്നുള്ളതും സത്യം തന്നെയാണ്.